തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. കൃത്യമായ ഗതാഗത സംവിധാനങ്ങൾ ഇല്ലാത്തതുമൂലം നിരവധി അപകടങ്ങളും മേഖലയിൽ പതിവാണ്. ഒടുവിൽ പ്രശ്നപരിഹാരത്തിന് കൊണ്ടുവന്ന ഗതാഗത പരിഷ്കരണവും തർക്കത്തിലാണ് കലാശിച്ചത്. സ്വകാര്യ ബസ്സുകൾ KSRTCയുടെ പ്രദേശത്ത് കയറാതിരിക്കാനാണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചത്. തർക്കം രൂക്ഷമായതോടെ ചർച്ചയ്ക്കെത്തിയ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഗതാഗത മന്ത്രി പരിഗണിച്ചില്ല എന്നും പരാതിയുണ്ട്. എന്നാൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് പുതിയ പരിഷ്കാര നടപടികൾ എന്നാണ് KSRTCയുടെ വിശദീകരണം. ഏതായാലും ഇതിനെല്ലാം ഇടയിൽ വലയുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലേക്കെത്തുന്ന സാധാരണക്കാരായ ജനങ്ങളാണ്. ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ്. ഭൂരിഭാഗം പേരും നഗരത്തിലേക്ക് എത്തുന്നത് KSRTCയെയും സ്വകാര്യ ബസ്സുകളെയും ആശ്രയിച്ച്. എന്നാൽ ഇവിടെയൊന്നും കൃത്യമായ ഗതാഗത പരിഷ്കരണം നടപ്പിലായിട്ടേയില്ല. കൊണ്ടുവന്ന പരിഷ്കരണത്തിലാകട്ടെ തർക്കം തുടരുകയാണ്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരുമായി നിരവധി പേരാണ് കിഴക്കേക്കോട്ടയിൽ അപകടത്തിൽപ്പെട്ടത്. നഗരത്തിലെ ഗതാഗത കുരുക്കിനെക്കുറിച്ചും അനധികൃത പാർക്കിങ്ങിനെക്കുറിച്ചും പരാതികളും നിരവധി ഉയർന്നു. തുടർന്ന് 2 ദിവസം മുൻപാണ് KSRTC ബസ് ബേ ബാരിക്കേഡ് കെട്ടിത്തിരിച്ച് പ്രശ്നപരിഹാരത്തിനായി പരിഷ്കരണം കൊണ്ടുവരുന്നത്. എന്നാൽ പരിഷ്കരണവും പൊതുജനങ്ങൾക്കുണ്ടാക്കിയത് വലിയ ബുദ്ധിമുട്ട്. KSRTC പ്രൈവറ്റ് ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കം സംഘർഷത്തിലേക്കെത്തി. ജീവനക്കാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പ്രൈവറ്റ് ബസ് സർവീസുകൾ റദ്ദാക്കി. ഇത് KSRTC സ്വന്തമായ ഭൂമിയാണ്. ഈ ഭൂമി സംരക്ഷിക്കുവാൻ ആവശ്യമായ ശക്തമായ നിലപാട് CI2 നിലയ്ക്ക് ഞങ്ങൾ ഏറ്റെടുക്കും. ഇത് സ്വകാര്യ ബസ്സിനെതിരായിട്ടുള്ള സമരമായേ കാണണ്ട. PWD റോഡ് ബാരിക്കേഡ് കെട്ടിത്തിരിക്കാൻ KSRTCക്ക് അധികാരമില്ലെന്നാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ അവകാശവാദം. അനധികൃതമായിട്ടാണ് ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത്. അതിനുള്ള വ്യക്തമായ രേഖകൾ, തെളിവുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളെ മനഃപൂർവ്വം ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാനാണ് KSRTC ശ്രമിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ബാരിക്കേഡ് കെട്ടിത്തിരിക്കുന്നത് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന് KSRTC അധികൃതരും പറയുന്നു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പരിഷ്കരണമെന്നും വിശദീകരണം. നഗരത്തിലേക്കെത്തുന്ന പൊതുജനങ്ങൾക്കും പുതിയ ഗതാഗത പരിഷ്കരണത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണം. നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്രോസ് ചെയ്ത് പെട്ടെന്ന് ചാടുമല്ലോ. വഴിയേ വരണതല്ലേ നല്ലത്. ഈ പ്രൈവറ്റുകാർ ഭയങ്കര ശല്യമാണ്. അവരിവിടെ നിന്ന് മാറ്റിയത് ഏറ്റവും ബെറ്റർ. കൊള്ളാം, ഗുഡ് ഐഡിയ. നമുക്ക് ബുദ്ധിമുട്ടാണ്, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ബസ് ഇതുവഴി വരാതെ ചിലപ്പം ചില ബസ്സുകൾ അതുവഴി പോകുമ്പോഴത്തേക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നിന്ന് ബസ് കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. KSRTC ബസ് ഇവിടെയും പ്രൈവറ്റ് അവിടെയും നിൽക്കുമ്പോഴത്തേക്ക് ബോർഡ് കാണാൻ പറ്റത്തില്ല. പത്മനാഭസ്വാമി ക്ഷേത്രവും ചാല മാർക്കറ്റും അടക്കം സ്ഥിതി ചെയ്യുന്ന നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ശാശ്വത ഗതാഗത പരിഷ്കരണം എപ്പോൾ വരുമെന്നതാണ് പൊതുജനങ്ങളുടെ ചോദ്യം. ഗതാഗത കുരുക്കായാലും KSRTC പ്രൈവറ്റ് ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കമായാലും ബുദ്ധിമുട്ടേണ്ടി വരുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മാത്രമാണ്. സുരക്ഷിതമായ യാത്രാ സൗകര്യം ആവശ്യപ്പെടുകയാണ് ഇവിടെയുള്ളവർ. മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.